ഇത് ലാസ്റ്റ് ഇത് ലാസ്റ്റ്
താങ്ക് യു. അതെനിക്ക് വേണമായിരുന്നു. കാരണം ഈ പാട്ടിനെ പറ്റി ഒരു ഫീഡ്ബാക്ക് വേണമായിരുന്നു. കാരണം ഒരുപാട് നാളെ നിങ്ങൾ ഈ പാട്ട് കേട്ടിട്ടല്ലേ? ഇവിടെ വരുന്ന ഒരു ട്രൂപ്പ് ഈ പാട്ട് പാടിയിട്ടില്ല അല്ലേ? എത്രയോ വർഷങ്ങളായി പണ്ടങ്ങാണം ദാസേട്ടൻ പാടിയിട്ടാണ്. അപ്പോൾ ഈ പാട്ട് നല്ല പാട്ടല്ലേ അല്ലേ? ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ. അടുത്ത ഗാനം വീണ്ടും സരിതയിലേക്കാണ്. നീ വരൂ കാവ്യ ദേവതേ. ഇഷ്ടമോ? പാടുന്നത് രചിച്ചിട്ടാണ്. നിങ്ങൾ കേൾക്കാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾ പാടാൻ എത്ര വേണമെങ്കിലും പാടിത്തരാം കേട്ടോ. പഴയ പാട്ടുണ്ട്. പക്ഷെ നിങ്ങളിവിടെ വേണം കേൾക്കാൻ. റിക്വസ്റ്റാണ് ഒരു അടിപൊളി ഒരു ഫാസ്റ്റ് പാട്ട് ഇപ്പോൾ ഈ സമയത്ത് വേണമെന്ന് പറയുന്നു. അപ്പോൾ ഒരു അടിപൊളി ഒരു പാട്ടിലോട്ട് പോയാലോ? ഓക്കെ. അപ്പോൾ ഇത് ആ ടെമ്പോ ഒന്ന് ഇച്ചിരി മാറ്റി പിടിക്കുകയാണ്. തിരിച്ച് മെലഡി വേണമെങ്കിൽ വീണ്ടും വരാൻ കേട്ടോ. ഓക്കെ. ഇവിടെ ചില ഗായകരുണ്ട്, ഞാൻ അവരെ വിളിക്കുന്നുണ്ട്. ഓക്കെ.
ഒരു ഇത്ര നേരം നമ്മൾ മലയാളമാണ് പാടിയത്. ഇനി ഒരു തമിഴ് പാട്ട്, അതൊരു അടിപൊളി പാട്ടാണ്. രാജസ്ഥാന്റെ വാൻമേഘം എന്നുള്ളതെന്ന ചിത്ര ചേച്ചി പാടിയ പാട്ട് പുന്നക്കൈ മന്നൻ എന്ന ചിത്രത്തിൽ നിന്നും. വാൻമേഘം ഒരുപാട് വേദികളുടെ ചേച്ചി പാടി നിങ്ങൾ കേട്ടിട്ടുണ്ട്. വേദ ഇന്നത്തെ പാട്ട്
അടുത്തതൊരു അടിപൊളി ഹിന്ദി ഗാനമാണ് മേരെ സപ്നോ കി റാണി എന്ന ഗാനം. ഇതുവരെ നമ്മളെ ഉറക്കിയ ഗായകൻ രവിചേട്ടൻ പാടുന്നു. രവിചേട്ടൻ ഇവിടെ പറയാം, ഞാൻ പാടിയപ്പോൾ എല്ലാവരും ഉറങ്ങിപ്പോയി. ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു പ്രശ്നമില്ല, ഇപ്പൊ ഒന്ന് അനക്കിയിട്ടുണ്ട്, എന്നാൽ പിന്നെ ഞാനും അനക്കാൻ പോവാണ്. ഇനിയിപ്പോൾ അനക്കൽ തുടങ്ങുകയാണ്, നിങ്ങൾ കുടിക്കും. ഞാൻ പാടാൻ ഡാൻസ് നിങ്ങൾ കളിച്ചോളണം കേട്ടോ. मेरे सपनों की रानी कब आएगी तू, आई उस मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया तू चलिया। मेरे सपनों की रानी कब आएगी तू, आई उस मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया तू चलिया। प्यार की कलिया, बाबू की कलिया, सब रंग रलिया पूछ रही है। प्यार की कलिया, बाबू की कलिया, सब रंग रलिया पूछ रही है। कली कली सपनों की जाएगी तू, मेरे सपनों की रानी कब आएगी तू, आई रुत मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया तू चलिया। दूर से मिलके कहना है, दूर से मिलके पास मिलके, दूर से मिलके कहना है। और कब तक मुझे तड़पाएगी तू, मेरे सपनों की रानी कब आएगी तू, आई रुत मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया तू चलिया।
तू चलिया चलिया 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 तू चलिया. അപ്പോൾ അടിപൊളി ഇങ്ങനെ പടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് എനിക്കൊരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇവിടെ നമ്മുടെ കൂടെയുള്ള സുഹൃത്ത് കല്യാണം കഴിച്ച് 2 കുട്ടികളൊക്കെ ഉണ്ട്. അവർ നല്ല രീതിയിൽ ജീവിച്ചു വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോളേജ് കാലത്ത് അദ്ദേഹത്തിന് പ്രണയമുണ്ടായി. അപ്പോൾ അതിനു വേണ്ടി അദ്ദേഹം ഒരു പൂ എടുത്തു, ഒരു പെൺകുട്ടിക്ക് കൊടുക്കാനായിട്ട്. പക്ഷെ അത് കൊണ്ട് നടന്നതല്ലാതെ അതിനത് കൊടുക്കാൻ കഴിയില്ല. നിരാശനായ കാമുകൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. ആ പെൺകുട്ടി അതീവ സുന്ദരിയായിരുന്നു. ഏകദേശം മുട്ടറ്റം വരെ മുടിയുള്ള ഒരു യുവതിയായിരുന്നു. ഭാഗ്യവശാലും നമ്മുടെ എല്ലാം സുഹൃത്തും കൊണ്ട് ഇന്ന് ആ കുട്ടി ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ്. ആ സെക്രട്ടറി കൊടുക്കാനായിട്ട് ഒരു പുഷ്പവും കൊണ്ട് നടക്കുന്ന ആ ഗായകനെ ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. പ്ലീസ് വെൽക്കം സുരേഷ് ചെറുപ്പുഴ ടു ദ സ്റ്റേജ്. ഇന്ന് ആ പുഷ്പം നമുക്ക് കൊടുപ്പിക്കാം. വാമച്ച സുരേഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ എൻ്റെ ഇൻട്രഡക്ഷനിൽ ഉണ്ടോ ആ വരുന്ന വരവുണ്ടോ? ഇദ്ദേഹം റാന്നിയിൽ ഒരു കോളേജിൽ കൊണ്ട് നടന്ന കോഴഞ്ചേരി കോളേജിൽ പമ്പയുടെ തീരത്തൂടെ അത് എവിടെയോ കൊടുക്കാൻ പറ്റിയില്ല. ആലപ്പുഴക്കാരി കെട്ടിയപ്പോൾ അന്നേരം ഇതിന് കൊടുത്തൂടായിരുന്നു. ആ കണ്ടോ? പാടിയില്ലെങ്കിൽ ഞാൻ ബാക്കിയും കൂടെ പറയും. ചേച്ചി ഒരു പുഷ്പം സ്വീകരിച്ചേ മതിയാവും. ഒരു കാമുക ഹൃദയത്തിൻ്റെ വേദന, ആ വിങ്ങുന്ന വേദന, അത് ചൂടിക്കാനായിട്ട് അദ്ദേഹം നിൽക്കുകയാണ്. പക്ഷേ ഇദ്ദേഹം ഒരു ഗായകൻ എന്നതിലുപരി അദ്ദേഹം ഒരു കലാകാരനാണ്. ഞാൻ നേരത്തെ എൻ്റെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ കുറച്ച് നാടകങ്ങളൊക്കെ ചെയ്തിട്ട് അമേരിക്കയിൽ വന്നിട്ട് ആദ്യമായിട്ട് ചെയ്ത ഒരു 10-13 വർഷം മുമ്പ് മാർത്താണ്ഡ വർമ്മ എന്ന നാടകത്തിൽ ഭ്രാന്തൻ ചാന്ന എന്ന അനശ്വരമായ ഒരു കഥാപാത്രമുണ്ട് മാർത്താണ്ഡ വർമ്മയുടെ എന്ന ആ നാടകത്തിൽ. ആ ചാന്നാനെ അവതരിപ്പിച്ച ഞങ്ങളുടെ പ്രിയങ്കരനായ കലാകാരനാണ് ഈ സുരേഷ് ചെറുപ്പുഴ. അത് സാധാരണ ഒരു നാടകത്തിൽ ഒരു ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് ചെയ്യാൻ പറ്റുന്നതല്ലായിരുന്നു. കാരണം ഒരുപാട് ചുവടുകളും താളബോധങ്ങളും ഒക്കെ രംഗത്ത് അവതരിപ്പിക്കേണ്ട, അതായത് സ്വന്തം അസ്തിത്വത്തിൽ നിന്ന് മാറി നിന്ന് ഒരു ഭ്രാന്തനെ പോലെ ഒരു വേദിയിൽ നിറഞ്ഞാടിയ ആ വേദി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കയ്യിലെടുത്തു. 13 വർഷങ്ങൾക്ക് ശേഷം ഈ കഴിഞ്ഞ വർഷം ചെയ്ത ഛത്രപതി എന്ന എൻ്റെ നാടകത്തിൽ ഛത്രപതി ശിവാജിയോടൊപ്പം ആദ്യന്തം നിറഞ്ഞു നിൽക്കുന്ന കല്യാണി എന്ന ജീവസത്യ കഥാപാത്രത്തിന് രംഗഭാഷ്യം നൽകിയ എൻ്റെ പ്രിയ സുഹൃത്താണ് സുരേഷ്. അദ്ദേഹം വലിയ കലാകാരനാണ്. ഈ കാക്കിക്കുള്ളിലെ കുപ്പായത്തിന് കലാകാരനാണെന്ന് ഈ വെള്ളക്കുപ്പായത്തിനകത്ത് ഒരുപാട് സംഭവമുണ്ട്. അപ്പോൾ പാട്ട് കേൾക്കാം. ഓക്കെ, ഇതോട്ടൊക്കെ ശരിയായിക്കോട്ടെ. ഹലോ ഹലോ ഒരു പുഷ്പം
എന്തൊക്കെ പരസ്യമായിട്ട് പിടിച്ചു പറയുന്നുണ്ട്. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാൻ ഞാൻ, ഒരു പുഷ്പം മാത്രം കൊണ്ടുത്തരാം. വെരി ഗുഡ്. ആ മനസ്സിനാണ് കൈകൾ. കാരണം എന്ന ചിത്രത്തിലെ പിയാത്തു എന്ന ഗാനം ഒരു അടിപൊളി ഗാനമാണ്. വീണ്ടും അടിപൊളിയായിട്ടാണ് തിരിച്ചു പോകുന്നു. വേദ പാടുന്നു. Piatu
നാടുവാഴികൾ എന്ന ചിത്രത്തിൽ ഒരു അടിപൊളി കാര്യം ഞാൻ രവിച്ചേട്ടൻ കൂടെ ആലപിക്കുകയാണ്. നമ്മുടെ സമയം ഏകദേശമൊക്കെ നിങ്ങൾക്ക് ഉറക്കം വന്നു തുടങ്ങിയെന്നറിയാം. 1-2 പാട്ടും കൂടെ പാടി ഇന്ന് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കും. എന്ത് പറയുന്നു? വിച്ച് വൺ? കേട്ടില്ല. ഒരു പുതിയ പാട്ട്. ഓക്കെ, ഹിറ്റ് സോങ്. ഓക്കെ, ഒരു ചെറിയ അനൗൺസ്മെന്റ് ഉണ്ട്. നാളെ രാവിലെ 6 മണിക്ക് യോഗയുണ്ട്. യോഗ ഷർട്ട് തരുന്നതായിരിക്കും. പിന്നെ 7 മുതൽ 8 വരെ ബ്രേക്ക്ഫാസ്റ്റ്. നാളത്തെ ഹൈലൈറ്റ്സ് എന്താണെന്ന് വെച്ചാൽ സ്വാമിജിയുടെയും ഷൗക്കത്തിൻ്റെയും പ്രഭാഷണമുണ്ട്. ഓണറബിൾ ജഡ്ജ് സുരേന്ദ്രൻ കെ പട്ടേലിൻ്റെ പ്രഭാഷണമുണ്ട്. പിന്നെ ബിസിനസ് മീറ്റ് ഉണ്ട്, കാളി നാടകം. എല്ലാവരും കറക്റ്റ് സമയത്ത് എത്തണം കേട്ടോ. താങ്ക് യു. യോഗ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഗാർഡൻ പവലിയനിലാണ്, ഫുഡ് കഴിച്ച സ്ഥലത്ത്. എന്തോ പ്രോഗ്രാം ലിസ്റ്റ് അതിലുണ്ട്. യോഗ മാറ്റ് കൊണ്ടുവരണം കേട്ടോ. ടവല യോഗ മാറ്റ്. താങ്ക് യു. ടീഷർട്ട് തരുമല്ലോ അല്ലേ? അപ്പോൾ ഈ പാട്ട് കഴിഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്ത പാട്ട് പാടാം. ഓക്കെ.
രാവിൽ പൂത്തേരും പൂങ്കാറ്റേ കളിപ്പാടാൻ നീയും പോരാമോ പുതിയ പാട്ട് ചോദിച്ചത് എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ട്രാക്ക് കണ്ടുള്ളത് പാടാം. പുതിയ പടത്തിൽ പഴയ പാട്ട് വന്നത് പാടാം. എബ്രഹാം ഓസ്ലർ എന്ന ചിത്രത്തിലെ അത് കേട്ടിട്ടുണ്ടായിരുന്നു. പാട്ട് കേട്ടോ? അത് പുതിയ പടമാണ്, പക്ഷെ പാട്ട് പഴയ പാട്ടാണ്. ഈ പെട്ടെന്ന് ഓർമ്മ മണിമയമാ
ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാരണം കൂടുതലും സെലക്ഷൻസ് എടുത്തുകൊണ്ട് വന്നത് ഞാൻ ഇന്നിങ്ങനെ 80s and 90s ആയിരുന്നു. പിന്നെ പുതിയ ചില പാട്ടുകൾ നമുക്ക് സ്റ്റേജിൽ പാടുമ്പോൾ അത്ര ആൾക്കാർ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒഴിവാക്കിയത്. ഏതെങ്കിലും നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ ഞാൻ പാടാം, ഒരു 4 പേരെങ്കിലും, മൊത്തം പാടുന്നില്ലെങ്കിലും. എനി അതർ സജഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾ പാട്ട് പാടാൻ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ 3-4 വരെയാണെങ്കിൽ അറിയാമെന്ന് ഞാൻ പാടിത്തരാം കേട്ടോ. എനിത്തിങ് അല്ലെങ്കിൽ നമുക്ക് എന്താ പാട്ട് ഏതാണ് ഏത് സിനിമ? ഗുണ അതിനോട് കേട്ടോ. ഇപ്പോൾ ഹിറ്റാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ പഠിച്ചിട്ടില്ല, അത് നോക്കിയിട്ടില്ല, ട്രാക്കും ഇല്ല, ഞാൻ നോക്കിയിട്ടില്ല. ആ എൻ്റെ ഇപ്പം ചോദിച്ചതിൻ്റെ ട്രാക്കില്ല, പക്ഷെ ഞാൻ 4 പേര് പാടുകയാണ്. ലക്ഷ്മിക്കുട്ടി എൻ്റെ ചോദിച്ചപ്പോഴാണ് നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിനച്ചുപോയി, ഒരു മാത്ര വെറുതെ നിനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിനച്ചുപോയി, ഒരു മാത്ര വെറുതെ നിനച്ചുപോയി. രാത്രി മഴ പെയ്തു തോർന്ന നേരം കുളിർ കാറ്റിലില ചാർത്തുലഞ്ഞ നേരം ഇറ്റിറ്റു വീഴും നീർത്തുള്ളികൾ സംഗീത തന്തികളിൽ പടർന്ന നേരം കാതരയായൊരു പക്ഷിയൻ ജാലക വാതിൽ ചാരേ ചിലച്ച നേരം, വാതിൽ ചാരേ ചിലച്ച നേരം ഒരു മാത്ര വെറുതെ നിനച്ചുപോയി. ആവേശത്തിലെ പാട്ടുണ്ടെന്ന് തോന്നട്ടെ, ഉണ്ടെങ്കിൽ എൻ്റെ ഉണ്ടായിരുന്ന സാധനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആവേശം. Wait a minute, buddy.
അപ്പോൾ നമ്മൾ ലാസ്റ്റ് സോങ്ങിലോട്ട് പോകട്ടെ. എല്ലാവരും ഈ പാട്ടുകളൊക്കെ പാടിയത് ഇഷ്ടപ്പെട്ടോ? എല്ലാം ഇഷ്ടപ്പെട്ടില്ല. ഏകദേശം 12:30 മണി കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ക്ഷമയും പരീക്ഷിക്കുന്നത് ശരിയല്ലെന്നറിയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് പാടിയെന്നുള്ള വിശ്വാസത്തോടുകൂടി ലാസ്റ്റ് സോങ്ങിലോട്ട് പോവാണ്. ഏതെങ്കിലും ഇനി ഒരു ചെയിൻ സോങ് പാടി അടിച്ച് വിളിച്ചു നിർത്തട്ടെ. ഓക്കെ. വേമുരുകാ ശൂരം പടയുടെ ചെമ്പട കുത്തിക്കോലം തുള്ളും താനം, വീരം പടയുടെ മുൻകുടി എത്തിക്കൊട്ടിക്കേറും താനം. ഇത് മുള്ളം കൊല്ലിക്കുന്നിൽ മേലെ കാവടിയെത്തും മേളം, ഇന്നക്കരയുള്ളവൻ ഇക്കരെ എത്തും തക്കിടതകളുടെ മേളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൽ കണ്ടിത്തേറെ കാണും മലയും കളിയും കളിയും നേരുന്നൊരു വണ്ടിത്തേരാണേ. വെൺമുരുകാ ഹരോഹരാ, വേലായുധാ ഹരോഹരാ, വെൺമുരുകാ ഹരോഹരാ, വേലായുധാ ഹരോഹരാ. ശൂരം പടയുടെ ചമ്പട പൊട്ടിക്കോലം കൊള്ളും താൻ, വീരം പടയുടെ മുൻകുടി എത്തിക്കൊട്ടിക്കേറും താൻ. ഇത് മുള്ളം കൊല്ലിക്കുന്നിൻ മേലെ കാവടിയെത്തും മേളം, ഇന്നക്കരയുള്ളവൻ ഇക്കരെ എത്തും തക്കിടതകളുടെ മേളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൽ കണ്ടിത്തേരെ കാണും മലയും പുഴയും കടലും തേടി വരുന്നൊരു വണ്ടിത്തേരാണേ. വെൺമുരുകാ ഹരോഹരാ, വേലായുധാ ഹരോഹരാ, വെൺമുരുകാ ഹരോഹരാ, വേലായുധാ ഹരോഹരാ. ഇത്താരസുരനെ വടിവേലിൽ തൊട്ടാനല്ലോ തിരുവന്നൂരിൽ വടിവേലൻ വന്നു. ഈശ്വരഭക്തന്റെ ശൗര്യമടക്കാനല്ലോ സേനാവലിയാൻ തിരുമുരുകൻ വന്നു. പടിയാൻ കയറി ചെന്നാലും ബലമുണ്ടേ, തേരും നീരയുമുണ്ടേ. മുടിവട്ടൻ മുടിയിൽ ചവിടും മൂത്തോക്കെല്ലാം തെയ്യത്തിൻ ചീലമുണ്ടേ. വെற்றிവേൽ മുരുകാ മുരുകാ വെൺമുരുകാ ഹരോഹരാ, വേലായുധാ ഹരോഹരാ, വെൺമുരുകാ ഹരോഹരാ, വേലായുധാ ഹരോഹരാ. ശൂരം പടയുടെ ചെമ്പട പൊട്ടിക്കോലം തുള്ളും താൻ, ഇത് വീരം ചൊല്ലിക്കുന്നിൻ തലയിൽ കെട്ടിക്കേറും താൻ. ഇത് വീരം പടയുടെ ഒരു മുടി എത്തിക്കൊട്ടിക്കേറും താൻ. ഇത് മുള്ളം കൊല്ലിക്കുന്നിൻ മേലെ കാവടിയെത്തും മേളം. മുരിയാണ്ടി പണ്ടാരങ്ങൾ മുറ്റത്താനായല്ലോ 60 വീട്. ഇത് തിരുമലമേട്, ഇനി അട്ടി കാവടിയാടാൻ കടലിൽ നാഴികളിൽ കണ്ടേ ഉപ്പടവെട്ടാം പൊട്ടളവെട്ടം. വീരാളി കോലം ചുറ്റിക്കോ മരമുണ്ട്, വാളും പരിചയുണ്ടേ. മുക്കില്ല നാക്കില്ല ആരു വിളക്ക് ചീരത്തിൻ ചീലക്കുമുണ്ടേ. കൊഞ്ചേടി കൊഞ്ചേടി കുറുമ്പി വെൺമുരുകാ ഹരോഹരാ, വേലായുധാ ഹരോഹരാ, വെൺമുരുകാ ഹരോഹരാ, വേലായുധാ ഹരോഹരാ. ശൂരം പടയുടെ
പടയുടെ ചമ്പട പൊട്ടിക്കോലം കൊള്ളും താനും വീരം പടയുടെ പെൺകുടിയേറ്റി പൊട്ടിക്കേറും താനും ഇത് മുള്ളും കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേറ്റും വേണം ഇന്നക്കരയുള്ളവനിക്കരയെത്തും തക്കട വെള്ളടി വേണം ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൽ വെള്ളിത്തേരെ കാണും മറിയും പുഴയും തേടി വരുന്നൊരു വള്ളിത്തേരാണേ മുരുക ഹരോ ഹരാ വേലായുധ ഹരോ ഹരാ മുരുക ഹരോ ഹരാ വേലായുധ ഹരോ ഹരാ മുരുക ഹരോ ഹരാ വേലായുധ ഹരോ ഹരാ മുരുക ഹരോ ഹരാ വേലായുധ ഹരോ ഹരാ. Thank you. Again. മനോഹരമായൊരു സദസ്സ് സമ്മാനിച്ച ഈ വേദി സമ്മാനിച്ച FSSNയുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും കമ്മിറ്റിക്കാർക്കും വിശേഷ പ്രസിഡന്റ് സിജി ചെന്നാട്ട് പ്രിയ സുഹൃത്ത് സുരേഷ് ചടക്കൂടി എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ലക്ഷ്മി ചേച്ചിക്ക് ഒരു കാര്യം പറയാനാണ് അദ്ദേഹത്തിന് വേണ്ടി. ഓൾമോസ്റ്റ് എല്ലാവരും ഉറങ്ങാൻ പോയി. ഉള്ളവരെല്ലാവരും ഇങ്ങോട്ട് അടുത്ത് നിൽക്കണം പ്ലീസ്. ഇവിടെ ഉള്ളവരെല്ലാവരും ഇവിടെ അടുത്തോട്ട് നിൽക്കണം. എല്ലാവരും ഇവിടോട്ട് വരിക. അടുത്ത് ഒരു ഭൂരിപക്ഷം ആൾക്കാർ ഉറങ്ങാൻ പോയി. നമ്മൾ കുറച്ച് പേരെ ഇവിടെ ഉള്ളൂ. അച്ഛനും മകളും ഒന്നിച്ച് പാടിയ ഈ സദസ്സിൽ എന്ത് നല്ല ഒരു കാര്യം. എല്ലാവരും കൂടെ അടുത്ത് വന്നിട്ട് അവരെ ഒന്ന് അനുമോദിക്കണം. അച്ഛനും മകളും എവിടെ നിന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്ക് എല്ലാവരും വലിയ ഒരു കൈയടി പ്ലീസ് പ്ലീസ് പ്ലീസ്, നല്ല ഒരു കൈയടി. Thank you so much. Thank you so much. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രോത്സാഹനമാണ്, നിങ്ങളുടെ മനസ്സിലെ സ്നേഹമാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. താങ്ക് യു സോ മച്ച്. സംഗീതത്തെയും ദൈവത്തെയും നിങ്ങളുടെ എല്ലാ മനസ്സിലും താങ്ക് യു. സോറി കൊണ്ട് ഞാൻ അച്ഛനും മകളും എന്ന് പറഞ്ഞു. അതൊരു വല്ലാത്തൊരു അനുഭൂതി കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. ഇദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞില്ല. പ്രത്യേകം പറഞ്ഞിരിക്കുന്നു മിസ്റ്റർ രവി, അല്ലേ? ഓക്കെ, നിങ്ങൾ മൂന്നും കൂടെ കൂടിയപ്പോഴാണ് സദസ്സ് സന്തോഷിച്ചത്. അതുകൊണ്ട് 3 പേർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അനുമോദനം. താങ്ക് യു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഗ്രഹമായിരുന്നു കേട്ടോ. ശബരി, രവി, മോള് ഇവർ 3 പേരെ ഇങ്ങനെ അതൊന്നും പഴയ ഗാനങ്ങൾ മനസ്സിന് ഇഷ്ടപ്പെട്ട നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഗാനങ്ങൾ പാടിയതിന് വളരെ വളരെ താങ്ക്സ്. താങ്ക് യു. നമ്മൾ കുറച്ച് ലേറ്റാണ്, കുറച്ചുകൂടെ നല്ല പാട്ടുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരു അവസരത്തിൽ വീണ്ടും പാടാം. ഇന്ന് 1-2 പേര് പറഞ്ഞ് എളവന്നൂർ മഠത്തിലെ പാടിയില്ല റിക്വസ്റ്റിലുണ്ടായിരുന്നു. പാട്ടുകൾ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പുതിയത് വേണമെന്ന് പറഞ്ഞ കാരണം പിന്നെ പെട്ടെന്ന് സ്വിച്ച് ചെയ്യില്ല. താങ്ക് യു. ആ എല്ലാവർക്കും ഒരു വട്ടം കൂടി ഇതുപോലെ നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്ന ജയ്മോണ്ട്, പ്രിയ സുഹൃത്ത് ജയ്മോണ്ട്, താങ്ക് യു സോ മച്ച് ജയ്മോണ്ട്. താങ്ക് യു എല്ലാവർക്കും. ഇത്ര പേരിലേ ഉള്ളൂ, പാട്ടിലില്ല കേട്ടോ. വളരെ കാര്യങ്ങളെ അറിയാം. പക്ഷേ ഈ ഒരു സുന്ദരിയെ ഇന്നാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഓക്കെ, എല്ലാ പുരുഷന്മാരുടെയും കൂട്ടത്തിൽ ഒരു നല്ല സ്ത്രീ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ അച്ഛനും മോളും ഇങ്ങനെ ശോഭിക്കുന്നത്. ഓക്കെ, വളരെ സന്തോഷം. അല്ല, ഇതെനിക്ക് അറിയാവുന്നതാണ്. താങ്ക് യു ചിത്ര. ചിത്ര
ഗുഡ് നൈറ്റ്.